ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു ഹോം വർക്ക് പ്ലാനാണ് സെറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സും നമ്മുടെ കയ്യിലില്ല. എന്നാലും ഒരു വീട്ടിൽ തുടങ്ങേണ്ട ഒരു എക്യുപ്മെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓൾറെഡി നേരത്തെ വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ ഞാനൊരു 1.5 വർഷത്തോളമായിട്ടുണ്ടാകും ഈ വർക്കൗട്ട് നിർത്തിയിട്ട്. അതിനിടയിൽ ഒരു പുഷപ്പ് പോലും ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോണത്. വർക്കൗട്ട് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിച്ചതല്ല. ഞാൻ വർക്കൗട്ടിന് പോയിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ ഒരു 10 കിലോ കുറച്ച് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്കൗട്ട് പ്ലാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോണത്. ഒരുപാട് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ജിമ്മ് സെറ്റ് ചെയ്യാനായിട്ട് പോണത്. മഴ പെയ്തിട്ട് ഇലകളും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ജിമ്മ് സെറ്റ് ചെയ്യാൻ പോണ ഇവിടെ സ്ഥലം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെറസിന് മുകളിലേക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യമായിട്ട് വർക്കൗട്ട് തുടങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണേണ്ടതാണ്. ഫാറ്റ്, അതുപോലെ ഫ്ലവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്ന് എന്താണ് എളുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റും. എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരുപാട് പെട്ടെന്ന് കുറയ്ക്കാൻ ട്രിക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരുപാട് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് ഒരു എഫക്റ്റ് ബാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. അതിന് നമ്മൾ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ടും നമ്മൾ വാമാക്കണം നമ്മുടെ ശരീരം. എക്സസൈസ് ചെയ്ത് കംപ്ലീറ്റും എന്താണ് ചൂടാക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് വർക്കൗട്ട് വെയിറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര പെയിനായിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് പറയണം. അതെല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എത്ര എക്സസൈസാണ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജോയിൻറ്റുകൾക്ക് കംപ്ലീറ്റും ജോയിൻറ്റ് റൊട്ടേറ്റ് ചെയ്ത് ബാക്കിൽ അതുപോലെ നമ്മുടെ കൈ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യണം. രണ്ട് സൈഡ് ചെയ്യേണ്ടതാണ്. കാലൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ജോയിൻറ്റുകൾ കംപ്ലീറ്റ് നമ്മൾ വാമാക്കണം. അതായത് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സ്കിപ്പിംഗ് സെക്ഷനാണ്. വീഡിയോ ഒരു 3 മാസത്തിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. കാരണം ഞാൻ ചെറിയ ആക്സിഡൻറ്റിൽ എനിക്ക് കാല് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് എന്താണ് സ്ട്രെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം കാല് ഇളകിക്കഴിഞ്ഞാൽ വീണ്ടും പണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, അത് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തു തരാം. നമ്മൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ 3 തരം സ്കിപ്പിങ്ങാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നോർമൽ സ്കിപ്പിങ്, അതുപോലെ തന്നെ ക്രോസ് സ്കിപ്പിങ്, ഡബിൾ സ്കിപ്പിങ്. ഈ 3 സ്കിപ്പിങ്ങാണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ കാലിൽ ഇഞ്ചുറി ചെയ്തുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് നോർമൽ സ്കിപ്പിങ് നമ്മളൊരു ടാർഗറ്റ് വെക്കണം. അതായത് നമുക്കൊരു 300 സ്കിപ്പിങ് ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. 300 എണ്ണം, അതായത് 3 പ്രാവശ്യമാകാം 4 പ്രാവശ്യമാകാം, 300 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡബിൾ സ്കിപ്പിങ് ചെയ്ത് കാണിച്ചു തരാം. ചെയ്യാൻ കിട്ടുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിരിക്കുക. അപ്പോൾ ഗൈസ്, കാല് ചെറുതായിട്ട് വേദന കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡബിൾ സ്കിപ്പിങ്. നമുക്ക് ക്രോസ് സ്കിപ്പിങ് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്കിപ്പിംഗ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 3 സ്കിപ്പിംഗ് ചെയ്തെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞത് മാത്രം. അപ്പോൾ നോർമൽ സ്കിപ്പിംഗ് ചെയ്താൽ മതി. ഈ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു 100 എണ്ണം മതി, ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ വീക്കിൽ കൂടുന്തോറും ഒരു 50 എണ്ണം കൂട്ടുക. അങ്ങനെ കൂട്ടി പോയാൽ മതി. അതിനോട് ഫസ്റ്റ് തന്നെ 300 അടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ 100 എണ്ണം നമുക്ക് സ്കിപ്പിങ്ങിൽ ടാർഗറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷമാണ് ഹാൻഡ് ജമ്പിങ് ചെയ്യാൻ പോകുന്നത്.
അടുത്തത് അപ്പോൾ ജമ്പിങ് സെക്ഷനിൽ ഇത് വന്നിട്ട് നമ്മളൊരു അതൊരു ടാർഗറ്റ് ഒരു 150 എണ്ണം 3 സെറ്റായിട്ട് 3 സ്റ്റെപ്പായിട്ട് 150 എണ്ണം ചെയ്യേണ്ടതാണ്. അപ്പോൾ 50 50 50 ഇനി 100 ആയാലും കുഴപ്പമില്ല, കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ കുറച്ച് റിസ്ക് പിടിച്ച സാധനമാണ്, കാല് ചെയ്യാൻ പറ്റുന്ന അറിയില്ല, നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഹൈ ഹാൻഡ് കംപ്ലീറ്റ് മുകളിലേക്ക് വെക്കുക. നമുക്കിനടുത്ത് വർക്കൗട്ട് സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വർക്കൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും 6 സെറ്റുകളാണ് ഉള്ളത്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസ്, ചെസ്റ്റ്, ഷോൾഡർ, ബൈസ്, ട്രൈസ്, സ്കോട്ട്, ഒരു 6 സെറ്റുകളുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ 2 മിക്സറായിട്ടോ 3 മിക്സറായിട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരം ഫുള്ള് വാമാക്കണം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ അടിച്ച് ഫസ്റ്റ് തന്നെ കയറ്റുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് വിൻസിന് അടിക്കാം. വിൻസും ബൈസും ചേർന്നിട്ട് ഒരു സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വിൻസും ബൈസും അടിച്ച് നോക്കാം. അത് ഇന്നേക്ക് അത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ചെയ്ത് നമ്മൾ ബോഡിക്കാണ് പ്രശ്നം വരിക. അപ്പോൾ നമുക്ക് നേരെ വിൻസും ബൈസുമായിട്ട് അടിക്കാൻ പോകും. അപ്പോൾ നമുക്ക് ബൈസ് വിൻസ് ഈ 2 സെറ്റ് അത് അടിച്ച് നോക്കാം. അതായത് മിക്സറായിട്ട് അടിച്ച് നോക്കാം. ഇത് 2 നമുക്കിപ്പോൾ ചെയ്യുന്നുള്ളൂ തൽക്കാലം. സർ ഫൈനലി നമ്മൾ ബൈസിനായിട്ട് അടിക്കാനായിട്ട് പോവാണ്. ബൈസിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബൈസ് എന്താ പറയുക ഇപ്പോൾ പുറമെ കാണാനും അതുപോലെ തന്നെ കുറച്ച് വികസിക്കാനും അതുപോലെ നല്ലൊരു കട്ടിങ് ആയിട്ട് കാണാനും പറ്റിയ സിമ്പിൾ ട്രിക്കാണ് ഞാൻ അതിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് 1.5 വർഷം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഫുള്ള് ഫാറ്റ് അതുപോലെ തന്നെ ഭയങ്കര വയറ് ചാടി അങ്ങനത്തുള്ള പ്രോബ്ലങ്ങളൊക്കെ ഒരുപാടുണ്ടാക്കും. അപ്പോൾ നമുക്ക് നേരെ ഈ ബൈസിൻ്റെ സെക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ കണ്ടില്ലേ ഗൈസ്, എൻ്റെ ബൈസ് ഒന്നുമില്ല. പച്ചിരുമ്പിലാണ് നമ്മൾ ഓൾറെഡി ബൈസിനെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അടിച്ചത് മെയിനായിട്ട് നമ്മുടെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ഒരാഴ്ച വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക ഇപ്പോൾ ആ ഒരു പഴയ ഒരു സെക്ഷനിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വർക്കൗട്ടൊന്നും ഞാൻ ചെയ്തിട്ട് പറയും. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇപ്പോൾ ഒന്നുമില്ലല്ലോ, അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബൈസ് ടൈറ്റായ എങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പോൾ ഒന്നുമില്ല, അത് ടൈറ്റാകുമ്പോൾ നമുക്കറിയാം കൈ എന്താണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ ബൈസിന് അടിക്കാനും പറ്റും. ബൈസിന് മാത്രം അടിച്ചു കഴിഞ്ഞാൽ കൈ മാത്രം ഉണ്ടാവുള്ളൂ. അത് നോക്കാം. അപ്പോൾ ഗൈസ് പ്ലെയിൻ റാഡാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സൈഡ് 7.5 kg ആണ്. അതുപോലെ ടൈം പറയേണ്ട കാര്യം ഈ നമ്മൾ ഫസ്റ്റ് ടൈം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 3 മന്ത്തെങ്കിൽ നമ്മൾ വെയിറ്റ് കുറച്ചിട്ട് വേണം ചെയ്യാൻ. 3 സ്റ്റെപ്പായിട്ട് നമ്മൾ അടിക്കാൻ പോകുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൊണ്ടുവരിക. ഈ അടിക്കുന്ന ഹാഫ് ടൈം പാതിയിൽ കൊണ്ട് നിർത്തിയിട്ട് ഡൗൺ ചെയ്യുക. ഇങ്ങനൊരു 10 അടിക്കുക. ഇങ്ങനെ 10 അടിക്കുക ഗൈസ്. 10 അടിച്ചിട്ട് 5 അടിച്ചിട്ട് അപ്പോൾ ഈക്വലായിട്ട് 5 അടിക്കുക. അതിനുശേഷം നമുക്ക് നേരെ അപ്പറിലേക്ക് കൊണ്ടുവരിക. അപ്പർ മസിലേക്ക് കൊണ്ടുവന്നിട്ട് പാതിച്ച് നിർത്തുക. വാങ്ങി ഇങ്ങനെ ഒരു 5 ഇനി 10 ആയാലും 10. അതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഫുള്ള് കൊണ്ടുവരാം. ഫുള്ള് വെച്ചിട്ട് യെസ്. അപ്പോൾ ഈ ഒരു സെറ്റിൽ തന്നെ ഒരു 3 സ്റ്റെപ്പ് നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞ പോലെ. ഫസ്റ്റ് ടൈം എന്താണ് ഹാഫിൽ നിർത്തുക. അതുപോലെ അവർ 5 സെറ്റ് കഴിഞ്ഞാൽ ഹാഫിൽ നേരെ ടോപ്പിലേക്ക് കൊണ്ടുപോകും. 3 സെറ്റ് വീതം ഡെയിലി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ദിവസം നമുക്ക് ബൈസിന് ഗ്യാപ്പ് കൊടുക്കണം. അതുപോലെ ഒരു ദിവസം 2 ദിവസം കുഴപ്പമില്ല. കണ്ടിന്യൂസ്ലി ഒരേ സെറ്റിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഹാഫിൽ നിർത്തുക, ഫുൾ ഡൗൺ ചെയ്യുക. ഹാഫിൽ നിർത്തുക, ഡൗൺ ചെയ്യുക. അതിനുശേഷം അപ്പറിലേക്ക് കയറ്റുക, ഹാഫിൽ നിർത്തുക.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രം മതി. കാരണം വർക്കൗട്ട് നമ്മൾ അധികം ചെയ്തില്ല, കൂടുതലും കാർഡിയോ, നമുക്ക് എക്സസൈസ്, അതുപോലെ തന്നെ വാംപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വാരി വലിച്ചൊന്നും അടിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ എന്താണ് തോന്നിയ പോലെ വെയിറ്റ് എടുക്കാനാണെന്നും പറ്റില്ല. ആദ്യം ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് പോലെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കാല് റൊട്ടേറ്റ്, ഷോൾഡറൊക്കെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്യും. മെയിനായിട്ട് നമുക്ക് ഈ വെയിറ്റ് എടുക്കുന്ന വർക്കൗട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് പുഷപ്പ്, പുള്ളപ്പ്, അതുപോലെ തന്നെ കാർഡിയോ വർക്കൗട്ട്, അതിലൂടെ തന്നെ നമ്മുടെ ബോഡി കംപ്ലീറ്റ് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാമെന്നാണ്. അതായത് അത്രയും ഫിറ്റ്നസ് അതിലുണ്ട്. നമുക്ക് വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല. ഒരുപാട് മസിൽ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് മെയിനായിട്ടും ഈ വെയിറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഗായ്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.